വാദങ്ങൾക്കും പ്രതിഷേധങ്ങൾക്കുമൊക്കെ ഇടയിൽ നെയ്യാറ്റിൻകര ഗോപന്റെ മൃതദേഹം ആംബുലൻസിൽ കയറ്റി തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് പോസ്റ്റ്മോർട്ടത്തിനായി കൊണ്ടുപോയിരിക്കുകയാണ് എന്നുള്ളതാണ് ഏറ്റവും സുപ്രധാന വിവരം. ഇതുമായി ബന്ധപ്പെട്ട് മറ്റ് ആരുടെയെങ്കിലും പ്രതികരണം, പ്രത്യേകിച്ച് കുടുംബാംഗങ്ങളുടെ ബന്ധുക്കളുടെ പ്രതികരണമൊന്നും ഇന്ന് ലഭ്യമായിട്ടില്ല. അവർ പ്രതികരിക്കുമോ എന്നുള്ള കാര്യമാണ് ഇനി നോക്കുന്നത്. ഗോപൻ പോസ്റ്റ്മോർട്ടം മെഡിക്കൽ കോളേജിലായിരിക്കും എന്നുള്ളത് തന്നെയാണ്. കാരണം മൃതദേഹം ഇപ്പോൾ മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയിരിക്കുകയാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ആരുടെയെങ്കിലും പ്രതികരണം നമുക്ക് ലഭ്യമാകുമോ? പ്രത്യേകിച്ച് ഇന്ന് കുടുംബാംഗങ്ങളുടെ പ്രതികരണം ഇതുമായി ബന്ധപ്പെട്ടൊന്നും ലഭ്യമായിരുന്നില്ല. ഇപ്പോൾ ഇൻക്വസ്റ്റ് നടപടികൾ നടക്കുന്ന സമയത്ത് മൂത്ത മകൻ സനന്ദൻ പുറത്ത് വന്നിരുന്നു എന്ന റിപ്പോർട്ടുകൾ മാത്രമാണ് ലഭിച്ചിരുന്നത്. പിന്നീട് ഒരു സ്ത്രീ കൂടി ആ വീടിന് പുറത്തേക്ക് വന്നു എന്ന് പറയുന്നുണ്ട്. അത് അവരുടെ അമ്മയാണോ അതോ മരുമകളാണോ എന്നുള്ള കാര്യത്തിൽ ഒരു തീരുമാനം, ഒരു നിഗമനത്തിലേക്ക് എത്താൻ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇന്ന് കുടുംബാംഗങ്ങൾ ഏത് രീതിയിലാണ് ഇന്ന് നടന്ന നടപടിക്രമങ്ങളോട് പ്രതികരിക്കുക എന്നുള്ളത് കൂടെ പ്രധാനമാണ്. അതിൽ ഏറ്റവും പ്രധാനമാകുന്നത് ഇനിയിപ്പോൾ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ഈ മൃതദേഹം ഏറ്റെടുക്കാൻ കുടുംബം തയ്യാറാകുമോ എന്നുള്ളതാണ്. കാരണം അവരുടെ വിശ്വാസത്തിന് എതിരായിട്ടുള്ള കാര്യങ്ങളാണ് അവിടെ സംഭവിച്ചിരിക്കുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ അവർ ഏത് രീതിയിലാണ് ഇതുമായി സഹകരിക്കുമോ അതോ വീണ്ടും നിസ്സഹകരണം തുടരുകയാണോ തുടങ്ങിയ കാര്യങ്ങളിലൊക്കെയാണ് ഒരു വ്യക്തത വരേണ്ടത്.